ഹലോ, ലതയാണോ? എന്റെ പേര് രാജി. എന്താ ഓർമ്മയുണ്ടോ? മുമ്പൊരിക്കൽ ഞാൻ നിന്നെ വിളിച്ചിരുന്നു. നീ അത് ഇഗ്നോർ ചെയ്തു. അതിനുള്ള ചെറിയ ശിക്ഷ അന്ന് ഞാൻ ചോദിച്ച 3 ലക്ഷമാണ്. ഇന്ന് എനിക്ക് 5 ലക്ഷം വേണം. എനിക്ക് 5 ലക്ഷം രൂപ ഉടൻ തന്നില്ലെങ്കിൽ സമൂഹത്തിൽ മാന്യനായി നിന്റെ അച്ഛന്റെ തനിനിറം ഞാൻ പുറത്താക്കും. നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ സൂക്ഷിക്കുന്ന രഹസ്യം ഈ നാട് മുഴുവൻ അറിയും. അത് താങ്ങാനുള്ള തന്റെ ഇടം നിന്റെ അച്ഛൻ ഇന്നുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചങ്ക് പൊട്ടി അയാൾ മരിക്കും. നിനക്കത് കാണണോ? സ്നേഹമുള്ള ഒരു മകളും അത് ആഗ്രഹിക്കില്ല. കൂടാതെ നിന്റെ വിവാഹം ഉറച്ചിരിക്കുന്ന സമയവുമാണ്. ലണ്ടനിൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ പിന്നെ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവുമോ? എന്റെ അച്ഛനെ കുറിച്ച് എന്ത് രഹസ്യമാണ് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്? 5 ലക്ഷം രൂപ തരുമ്പോഴത് പറയാം. 5 ലക്ഷം രൂപ? പെട്ടെന്ന് ഇത്രയും തുക? എനിക്കല്പ സമയം വേണം. 4 ദിവസം സമയം തരാം. അതിൽ കൂടുതൽ പറ്റില്ല. പിന്നെ അന്ന് പറഞ്ഞ ഹോട്ടൽ ഞാൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എപ്പോൾ എവിടെ പൈസയുമായി വരണമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. നീ എന്താ 4 ദിവസം സമയം കൊടുത്തേ? അത്രയും തുക ഒപ്പിക്കാൻ അവൾക്ക് സമയം വേണമെന്ന് പറഞ്ഞു. ആ കത്തവിടെ എവിടെ? ഹലോ, വക്കീൽ സാറാണോ? ഞാൻ ലതയാണ് സാർ, ശങ്കരമേനോന്റെ മകൾ. എനിക്ക് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. നാളെ രാവിലെ വരാം. ഈ വിവരം ലത വീട്ടിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇന്നലെ വിളിച്ചതിന് മുമ്പ് ആ പെണ്ണെന്നാ ഫോൺ ചെയ്തത്? അതേ ദിവസമായിട്ടില്ല. എന്നാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത്രയും ലക്ഷം രൂപ വിലപിടിപ്പുള്ള എന്ത് രഹസ്യം ആ പെണ്ണിന്റെ പക്കലുള്ളത്? ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ ലതയ്ക്ക് വിഷമം തോന്നരുത്. ഒരു പക്ഷേ മേനോൻ സാറിന് വല്ല ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ, ഐ മീൻ, ഇറ്റ് ഈസ് ഓൺലി എ ഡൗട്ട്. ചിലപ്പോ ആ പെണ്ണ് വെറും ബോഗസ് ആയിരിക്കും. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ സാർ? അറിയിക്കുന്നതാണ് നല്ലത്. പക്ഷേ ആ പെണ്ണ് പറഞ്ഞ എന്തെങ്കിലും ഫാക്ട് ഉണ്ടെങ്കിൽ, മേനോൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് സംഭവമായാലും പോലീസുകാരറിഞ്ഞോ പിന്നെ നാട്ടിൽ പാട്ടായാൽ അധിക സമയം വേണ്ടി വരില്ല. ഏതായാലും ലത 2-3 ദിവസത്തെ അവധി ചോദിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ളിൽ നമുക്ക് അവളെ കണ്ടുപിടിച്ച് എന്ത് രഹസ്യമാണ് അവിടെ പക്കലുള്ളതെന്ന് അറിയാൻ ശ്രമിക്കാം. ആര് കണ്ടുപിടിക്കും സാർ? എന്റെ ഒരു പരിചയക്കാരനുണ്ട്, പേര് ഹരിഹരൻ. അടുത്തറിയാവുന്നവർ ക്യാപ്റ്റൻ എന്ന് വിളിക്കും. അയാൾ കുറെ കൊല്ലം മിലിറ്ററി ഇന്റലിജൻസ് സർവീസിൽ ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം വിട്ടിട്ട് സ്വന്തമായ ഒരു സെക്യൂരിറ്റി ഏജൻസി നടത്തുക. സെക്യൂരിറ്റിക്കാർ ഈ കാര്യത്തിൽ എന്ത് സഹായിക്കാനാ സാർ? ഐ ഡോണ്ട് മീൻ ഹിസ് സെക്യൂരിറ്റി ഗാർഡ്സ്, ഹി ഹിംസെൽഫ്. അയാളെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ 1-2 ക്രിമിനൽ കേസിൽ അയാൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അയാളെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ വെറും ഉഴപ്പിനും അലസിനുമാണെന്നൊക്കെ തോന്നും. പക്ഷെ ആളെങ്ങനെയൊന്നുമല്ല. ഈസ് വെരി ഇന്റലിജന്റ് ആൻഡ് എഫിഷ്യന്റ്. അല്ല സാർ, റിട്ടയർഡ് എന്നൊക്കെ പറയുമ്പോ പ്രായമുള്ള ആളാവില്ലേ? അയാളെ കൊണ്ട് ഈ വക കാര്യങ്ങൾ. റിട്ടയർഡ് എന്ന് കേട്ടപ്പോ ലത തെറ്റിദ്ധരിച്ചു അല്ലേ? ഈസ് യങ് ആൻഡ് സ്മാർട്ട്. 9 വർഷത്തെ സർവീസിന് ശേഷം വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചത് മാത്രം. എന്നാൽ സാർ അയാളോടൊന്ന് പറയണം. ഞാൻ പറയാം. പക്ഷേ ലത നേരിട്ട് അയാളെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ആശാൻ ഉഴപ്പിക്കളയും. ഞാനിങ്ങനെ നേരിട്ട്. ഐ എം സോറി. സാർ തന്നെ അദ്ദേഹത്തോട് പറയണം. എനിക്ക് മനസ്സിലായി. ലതയുടെ പേരോ ഇന്നാരുടെ മോളാണെന്നോ ഒന്നും പറയണ്ട. ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ മതി. ഞാനും എന്റെ ഒരു ക്ലയന്റ് ആണെന്ന് മാത്രമേ പറയൂ. ഇതാണ് എന്റെ അഡ്രസ്. ലത നേരിട്ട് വെക്കൂ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ധൈര്യമായിട്ട് വെക്കൂ, ഒന്നും പേടിക്കണ്ട. ശരി, ഞാൻ ഇറങ്ങട്ടെ സാർ. ലതേ, പിന്നൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ ഏജൻസി ഇപ്പൊ അല്പ ക്ഷീണത്തില്ല. അതുകൊണ്ട് നല്ലൊരു തുക ഫീസായി ഓഫർ ചെയ്താൽ കാര്യം എളുപ്പം നടക്കും. ശരി സാർ. ഓക്കെ. ഹലോ.
അപ്പൊ സാറ് എന്ന് പോലെ ആളെ വിടണം? ഇന്ന് തന്നെ വിട്ടോട്ടെ. ഇവരെയോ? എന്റെ ഹോട്ടലിലെ സെക്യൂരിറ്റി ജോലിക്കോ? അതെ സാർ, നന്നായിരിക്കും, ഡീസന്റ് ആയിരിക്കും. ഇവരുടെ രൂപം ഭാവം കൊണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. നല്ല മിടുമിടുക്കന്മാരാ. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. ഇവിടുത്തെ പോലീസ് ഉണ്ടല്ലോ, നല്ല കൊടികുത്തിയ കള്ളന്മാരെ പിടിക്കാനും എണ്ണം തികഞ്ഞ റൗഡികളെ നിലയ്ക്ക് നിർത്താനും വളരെ രഹസ്യമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. സബ് ജയിൽ ചാടിയ 3 കള്ളന്മാരെ അയാൾ ഒറ്റയ്ക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടാ തോന്നൂല അല്ലേ? ഇല്ല. കർശനമായ റിക്രൂട്ട്മെന്റിലൂടെ അല്ലേ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ചിലർക്ക് ഇത്തിരി പ്രായക്കൂടുന്നുണ്ടെന്ന് മാത്രം. അതിനെന്താ സാറേ, പാമ്പും പഴയതല്ലേ നല്ല. എനിക്കങ്ങനെ പഴയ പാമ്പുകളെ ആവശ്യമില്ല. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുള്ള വേറെ ഏജൻസികൾ ഇവിടെ ഉണ്ട്. സാർ, സാർ വയസ്സന്മാർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ സാർ? സാർ, സാർ പ്ലീസ്. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കലടാ. നിന്റെ ഹോട്ടലിൽ തുടങ്ങി 3ന്റെ അന്ന് പൂട്ടിയിരിക്കും. എന്താ പറഞ്ഞേ? നമ്മളെ വേണ്ടാന്ന്. എന്തിനാ നോക്കുന്നത്? നിങ്ങളെന്നും അയാൾക്ക് വേണ്ടെന്ന്. ഓ, നിങ്ങൾക്ക് പ്രായം തീരെ കുറഞ്ഞു പോയെന്ന്. എന്തോന്നാ നമ്മളെ വേണ്ടെന്ന് ആ സാറ് പറഞ്ഞു. വെറുതെ അല്ല അയാൾ വേണ്ടെന്ന് പറഞ്ഞത്. ഓ, കുറച്ചെങ്കിലും നല്ല ചെറുപ്പക്കാരും കൂട്ടത്തിൽ വേണം പപ്പേട്ട, അല്ലെങ്കിൽ അതിന് 700 800 ശമ്പളം കൊടുക്കണം. 300 400 ഇങ്ങനത്തെ തെണ്ടികളെ കിട്ടുള്ളൂ. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. അതെ, ക്യാപ്റ്റൻ വെപ്പനാണ് സംസാരിക്കുന്നത്. തിയേറ്ററിന്നോ? സെക്യൂരിറ്റിക്കാരനെ കാണാനില്ലല്ലോ. ദൈവമേ, ഏത് ചെകുത്താനെയാണോ കണി കണ്ടത്? എന്താ സാർ വല്ലാതിരിക്കുന്നേ? ആ തിയേറ്റർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഷോ തുടങ്ങുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാർ തിയേറ്ററില്ല. അന്വേഷണം വെളിയിൽ നിന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കുന്നു. അത് നല്ലതല്ലേ? നമ്മളോ ശമ്പളം കൊടുക്കുന്നില്ല, ആ വഴിക്കെങ്കിലും അവർക്ക് കുറച്ച് കാശ് കിട്ടട്ടെ. റോസ്മേരി, എന്തോ ഒന്നുമില്ല. ഇത് നാളെയല്ലേ സാലറി ഡേറ്റ്, അതിന്റെ ലിസ്റ്റാ. ദൈവമേ, ബാങ്കിൽ എത്ര രൂപ കാണും? അത് 2000 കാണും. ഇനി ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ല. അകത്തോണ്ട് കൊടുക്ക്. മിസ്റ്റർ ഹരിഹരൻ അകത്തുണ്ടല്ലോ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്താ കാര്യം? അത് എന്താ സെക്യൂരിറ്റി ആവശ്യമുണ്ടോ? വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഷോപ്പിലേക്കോ? ഡേ നൈറ്റ് ആണോ അതോ രാത്രി മാത്രം മതിയോ? അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ലേഡീസ് ഹോസ്റ്റലിലേക്കാണെങ്കിൽ പക്വതയുള്ള ആൾക്കാർ വേറെ ഉണ്ട്. എനിക്ക് മിസ്റ്റർ ഹരിഹരനെയാ കാണേണ്ടത്. അയ്യോ, അദ്ദേഹം പാർട്ണറാണ്. സെക്യൂരിറ്റി പണിക്കൊന്നും ക്യാപ്റ്റൻ പോവില്ല. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഒരു പേഴ്സണൽ കാര്യത്തിനാ. അയ്യോ, ഞാനും പാർട്ണറാണ്. എന്നോട് പറഞ്ഞാ പോരെ? അദ്ദേഹത്തിനോട് നേരിട്ട് പറയേണ്ടതാ. അദ്ദേഹം അകത്തുണ്ട്, ചെന്നാട്ടെ. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടത് നേരെ തന്നെ. സ്വപ്നോ? നിങ്ങൾ എന്താ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ എന്റെ വേറൊരു കാര്യം ഓർത്തു പോയതാ. അകത്തുണ്ട്, ചെന്നാട്ടെ. ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞു നിന്നോളും. നേരെ നിൽക്കടോ. ആനം കിടത്ത്. ഒന്ന് കാണായിരുന്നു സാർ. സാർ, ഒരാള് കാണാൻ. നല്ല ഉറക്കം. എങ്ങനെയാ വിളിച്ചുണർത്തുന്നത്? അത് ശരി, ഉറക്കമാണോ? ഒരാള് വന്നിക്കണെന്ന്. അത് പിന്നെ ഇന്നലെ രാത്രി സെക്യൂരിറ്റിക്കാരോട് ചുറ്റാൻ പോയിട്ട് ഉറങ്ങാൻ താമസിച്ചു. നിങ്ങൾ ആരാ? എന്താ അവിടെ? അഡ്വക്കേറ്റ് ഹരിദാസ് ഫോൺ ചെയ്തിരുന്നില്ലേ? ഒരു ക്ലൈന്റ് കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങളാണോ? സെക്യൂരിറ്റിയുടെ വല്ല പ്രോബ്ലം ആണെങ്കിൽ പപ്പനോട് പറഞ്ഞാൽ മതി. അയ്യോ, അതൊന്നുമല്ല, അതൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അല്ലേ മാഡം? ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യ. പപ്പ. എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. റോസ്മേരി. എന്തോ? ഓക്കേ. ഇരിക്കൂ. പറയൂ, എന്താണ് കാര്യം? അത് എന്താ കാര്യം എന്ന് പറയൂ പ്ലീസ്. എന്റെ പേര് മായ. ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചു തരണം. സ്ത്രീയോ? കണ്ടുപിടിക്കാനോ? യു മീൻ എ ട്രേസ് ജോബ്? അതെ, നിങ്ങളതിൽ സമർത്ഥനാണെന്നാ അഡ്വക്കേറ്റ് ഹരിദാസ് പറഞ്ഞത്. എന്റെ ജോലി ഒന്നുമല്ല, പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ആട്ടെ,
ആരാണ് കണ്ടുപിടിക്കപ്പെടേണ്ട സ്ത്രീ? സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല. ഉം. ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ആ സ്ത്രീയുടെ പേര് രാജി എന്നാണ്. കുറച്ചുനാൾ മുമ്പ് അവൾ നാഷണൽ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഹോട്ടലിലെ സ്ത്രീ. എനിക്ക് കാര്യം മനസ്സിലായി. ഭർത്താവ് എന്താ പതിവായി വീട്ടിൽ വരാറില്ലേ? ഭർത്താവ് ആ സ്ത്രീയുമായിട്ട് വല്ല... ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഓ ഐ എം സോറി. ഹോട്ടലിലെ സ്ത്രീ എന്നൊക്കെ കേട്ടപ്പോ എന്താ ഈ സ്ത്രീയെ കണ്ടുപിടിക്കേണ്ട ഇത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. പക്ഷേ അത് മറ്റാരോടും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഇപ്പോൾ അവൾ ആ ഹോട്ടലിലില്ല. ഈ പട്ടണത്തിൽ എവിടെയെങ്കിലും ആയിരിക്കണം താമസം. അവരെ കുറിച്ച് വേറൊന്നും അറിഞ്ഞൂടെ? നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എന്താ? എനിക്ക് ഫോണില്ല. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ വീട്ടിലുണ്ടാവില്ല. ഞാനിടയ്ക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം. അതിന് ഈ ജോലി ഏറ്റെടുത്തു എന്ന് ഞാനിതുവരെ പറഞ്ഞില്ലല്ലോ. അവരെ കുറിച്ച് ഞാൻ എന്താ അന്വേഷിക്കേണ്ടത്? അവരാരാണ്, ഇപ്പൊ എവിടെ താമസിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇത്രമാത്രം. ലുക്ക് മാഡം, ഇത് എന്റെ ജോലിയല്ല. ഇതിന് പറ്റിയ വേറൊരാളെ ഞാൻ ഏർപ്പെടുത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവര് വഴിയും ഈ... സോറി, മറ്റാരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇതെന്താ? ഇത് അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. അയ്യോ, പൈസ അല്ല പ്രശ്നം. എന്റെ ജോലികൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ഈ വക ജോലിയൊന്നും വക്കീൽ സാർ പറഞ്ഞു സമ്മതിപ്പിക്കാൻ ഒരുപാട് നിർബന്ധിക്കേണ്ടി വരുമെന്ന്. ഞാൻ നാളെ രാവിലെ വിളിക്കാം. അപ്പൊ തീരുമാനം പറഞ്ഞാൽ മതി. അല്ല ഈ പൈസ വേണ്ട, അത് കൈ തന്നെ ഇരുന്നോട്ടെ. അല്ല ഈ കഷ്ടകാലത്ത് ഭക്തരെ ദൈവം ഏത് രൂപത്തിൽ നിന്ന് സഹായിക്കുന്നു പറയാൻ പറ്റില്ല. നാളെ രാവിലെ എവിടെ നിന്ന് എടുത്തിട്ട് ശമ്പളം കൊടുക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ. പപ്പ, അവര് പറയുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ആര് പറഞ്ഞു? എല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന കാര്യം തന്നല്ലോ. വേണ്ട പപ്പ, അതൊക്കെ പുലിവാല. ആവശ്യമില്ലാതെ ഞാൻ വെറുതെ- കടപ്പുറത്ത് പുണ്യം പങ്കിടാൻ പോയതുപോലെ സാറിന്റെ കാര്യം. എവിടുന്നെങ്കിലും ഒരു കോള് വരുമ്പോ കേറി അങ്ങ് ഉടക്കും. താനൊന്നും അറിയണ്ട, അന്വേഷിക്കാൻ വേണ്ട. അവരെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് വേണം ഇത്രയും കൂടി നോട്ട് അവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ. നിങ്ങൾക്ക് വട്ടാണ്. റോസ്മേരി, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഇപ്പൊ ഓഫീസിൽ വന്ന പോലത്തെ ഒരു പെണ്ണ് ഇവിടെ വരുമെന്നും നമ്മുടെ ഭാഗ്യം തെളിയുമെന്നും. വേണ്ടാത്ത സ്വപ്നമൊന്നും കാണണ്ട. ഈ പണത്തിന് ഞാൻ ആ ഉത്തരവാദിത്വം ചെയ്യണം, മനസ്സിലായോ? ദേ, ഓടാ, ഞാൻ